ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്, സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. സ്കോർപ്പിയോ, എന്താണ് മെസ്സേജസ് പറയണേ? നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, എന്താണ് മെസ്സേജസ് നിങ്ങളുടെ എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ മജിഷ്യൻ, ആദ്യത്തെ കാർഡ് 9 of Cups, Three of Cups. അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ് വന്നിരിക്കണേ. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഈ റിലേഷൻഷിപ്പിലൊരു റീകൺസിലിയേഷൻ ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ തുടക്കം ആവാം. നിങ്ങൾ മുമ്പേ ഒരു റിലേഷൻഷിപ്പിലായിരുന്നില്ല വെച്ചാൽ ഇതൊരു പുതിയ പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങളുടെ വിഷ് എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം, ഈ പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് വേണം. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഇവിടെ ഫുൾഫിൽ ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു റീകൺസിലിയേഷൻ കാണേണ്ട, ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഈ ന്യൂസ് വേറെ ആൾക്കാരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണു. അപ്പോൾ എന്താ ഈ മജിഷ്യൻ്റെ എനർജി ഇവിടെ? 5 of Swords. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചിലവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. ചിലവർക്ക് ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. എന്ന് വെച്ചാൽ വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ ലവ് ഉള്ളത് അത് മാറിയില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ആ ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ചില സിറ്റുവേഷൻസിൻ്റെ കാരണം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആവേണ്ടി വന്നു. പക്ഷേ നിങ്ങളുടെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം എന്ന്. ആൻഡ് അത് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 3 of Cupsൻ്റെ കൂടെ ഫുൾ എനർജി. നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു മുമ്പും ഒരു സെപ്പറേഷൻ ഉണ്ടായേ. അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റിൽ ഈ പേഴ്സൻ്റെ കൂടെ എന്തായിരുന്നു സിറ്റുവേഷൻ? Queen of Swords വന്നിരിക്കണു. അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ പുറത്തു വന്നു, എന്തോ ചില ഡിസ്കഷൻസ് ഉണ്ടായി, ചില തീരുമാനങ്ങൾ എടുത്തു. ഞാനിവിടെ കാണുന്നത് ഒരു ബോൾഡായിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. ആൻഡ് ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടാളും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും സെപ്പറേറ്റ് ആവാൻ. Queen of Swords എന്താണ് ഇവിടെ? 10 of Cups. അപ്പോൾ ഇതൊരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയും ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ്ഡ് ആവാം. പക്ഷേ ഈ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. അങ്ങനെ ആവാം. പറഞ്ഞാൽ ഒരു പേഴ്സൺ മാരീഡ് ആണ്, ഒരു പേഴ്സൺ ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇത് ഡിവോഴ്സും കല്യാണത്തിൻ്റെ എനർജി ഒന്നും അല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യം ഇവരോട് തുറന്നു പറഞ്ഞു. പക്ഷേ എന്തോ ഇവിടെ വർക്കൗട്ട് ആയില്ല പാസ്റ്റിൽ. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഇത് വർക്കൗട്ട് ആവില്ല എന്ന് ഒരു പേടി. അതല്ല ഈ റിലേഷൻഷിപ്പ് ശരിയാവുമോ എന്ന് അങ്ങനത്തെ ഒരു പേടി. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ഉണ്ടായി. എന്താ വെച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഡെത്ത് എനർജി. പക്ഷേ അതുണ്ടായിട്ടും നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു അത് ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും, ഈ പേഴ്സൻ്റെ മനസ്സിലൊരു മാറ്റം വരും. ഇപ്പോൾ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്നാണ്. അപ്പോൾ മൂന്ന് എനർജി ഇവിടെ ഹിഡൻ ഫീലിങ്സിൻ്റെ എനർജിയാണ്.
അവർക്ക് ചില സീക്രറ്റ്സ് ഒക്കെ ഉണ്ട്. അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല, അവർ നിങ്ങളോട് പറഞ്ഞില്ല. കുറേ ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. അവർക്ക് കുറേ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മൂൺ എനർജി എന്താണ് ഇവിടെ? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ വേറെ ഒരു പേഴ്സൺ കാണാണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അവർക്ക് നിങ്ങളോട് അവർ ചില സീക്രറ്റ്സ് അവരുടെ ലൈഫിലുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി അവരുടെ സൈഡിലുണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ മേ ബി നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് വേണ്ടിയിട്ട് 3 of Swords. നിങ്ങൾക്ക് അറിഞ്ഞു, ഈ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വിഷമമുണ്ടായി. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതുണ്ടായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു പേഴ്സൺ മാരിഡ് ആണ്. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ടെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യും എന്നങ്ങനെ നിങ്ങൾ വിചാരിച്ചു. എന്താണ് ഇവിടെ ബ്ലോക്ക് ഉള്ളത്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ബ്ലോക്ക് ഇപ്പോഴത്തെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്, ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ മുഴുവനെ പറഞ്ഞിട്ടില്ല വെച്ചാൽ ചില സീക്രറ്റ്സ് ഇപ്പോഴും പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പുറത്തു വരുമ്പോൾ കുറച്ചൊരു ഷോക്ക് ആവും നിങ്ങൾക്ക്. അതല്ല വെച്ചാൽ അതന്നെയാണ്. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു മാരേജിൻ്റെ എനർജി ഇപ്പോഴും കാണാണ്ട്. ആദ്യം ഒരു സ്റ്റാഗ്നൻ്റ് എനർജി കാണുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ കുറച്ച് സമയം എടുക്കണോ. അതല്ല വെച്ചാൽ ഇത് ഓൾറെഡി അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പറഞ്ഞാൽ അവരെന്താ പറഞ്ഞ വെച്ചാൽ ആ കാര്യം കുറേ ഷോക്കിംഗ് ആയിരുന്നു നിങ്ങൾക്ക്. അത് ലെറ്റ് ഗോ ചെയ്യാൻ കുറച്ച് വിഷമമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം 10 of Wands ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സൊല്യൂഷൻ വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സൊല്യൂഷൻ അല്ല, പക്ഷേ എന്തോ ഒരു തീരുമാനം ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ രണ്ടാളും ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുക്കണോ എന്ന് വെച്ചാൽ നിങ്ങളൊരു മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജി കാണാണ്ട്, ഒരു പുതിയ തുടക്കം. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും ഒരു സീക്രട്ട് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ വിഷമം ഇവിടെ ആർക്കും ഉണ്ട്. പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്തു എന്ന് ആ വിഷമം ഒരു പേഴ്സണുണ്ട്, ആ ഗിൽട്ട് ഉണ്ട്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ എന്താ വേണ്ടതെന്ന്. ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. പക്ഷേ ഈ റീകൺസിലിയേഷനിലോ ഉണ്ടായിട്ടും സിറ്റുവേഷൻ അതുമാതിരി തന്നെ. പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ അതിലെന്താ നിങ്ങൾ തീരുമാനം എടുക്കുകയെന്ന് അത് മേ ബി നമ്മൾക്ക് നെക്സ്റ്റ് മന്തേ അറിയുള്ളൂ. അതല്ല വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാം. എന്താണ് ഇവിടെ ഫർഗിവിങ് ആൻഡ് ലേർണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചില ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് ഇത് റിലീസ് ചെയ്യാനാണ് പറയണേ. റിലീസ് യുവർ പാസ്റ്റ്, എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൂമെൻറ്റ്സ്. നിങ്ങളോട് ഈ പേഴ്സണെ റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണേ. റണ്ണിങ്. അപ്പോൾ ഇവിടെ ഒരു പേഴ്സൺ അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഈ ട്രൂത്തിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ആ റിയാലിറ്റീനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോ സ്ട്രിങ്സ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഓക്കെ, അതാണ് പ്രോബ്ലം. നോ സ്ട്രിങ്സ് ഉള്ള റിലേഷൻഷിപ്പാണിത്. പറഞ്ഞാൽ നോ കമ്മിറ്റ്മെൻ്റ് ഉള്ള റിലേഷൻഷിപ്പ്. എന്താണ് ഇവിടെ മെസ്സേജ്? ക്രിട്ടിസൈസിങ് യുവർ പാർട്ട്ണർ ഇസ് ഡ്രൈവിംഗ് ദം അവേ. ഫോക്കസ് ഓൺ ദെയർ ഗുഡ് ക്വാളിറ്റീസ്. കുറേ ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഡിമാൻഡിങ് വന്നിട്ടുണ്ട്. യു സെറ്റ് ഇമ്പോസിബിൾ സ്റ്റാൻഡേർഡ്സ് ഫോർ യുവർ പാർട്ട്ണർ ടു മീറ്റ്. ബി ലെസ് ഡിമാൻഡിങ്. ഓക്കെ, അപ്പോൾ ചില കേസസിൽ, ഇപ്പോൾ ഈ കേസിൽ ഒട്ടും ഇത് ഡിമാൻഡിങ് അല്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം വെച്ചാൽ അതൊരു ബേസിക് റിക്വയർമെൻ്റ് ആണ്. പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്, വേറെ ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് വെച്ചാൽ
കൂടുതൽ ഡിമാൻഡ്സ് വെക്കേണ്ട, ഇല്ലാച്ച പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ ഒരു ലിസ്റ്റ് ഉണ്ടാവും, ഇതൊക്കെ വേണം, ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഒരു ഓപ്പണായിട്ട് മൈൻഡ് വയ്ക്കുക. നമ്മൾക്ക് അറിയില്ല എങ്ങനത്തെ പേഴ്സണാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ ഉള്ളതെന്ന്. മുമ്പ് തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് വെച്ച് പോയാൽ ചിലപ്പോൾ നമ്മൾക്കൊരു ബയസ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കോർപ്പിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.